ഗൈസ് നമ്മളെങ്ങോട്ടാ പോകുന്നേ? മീൻ വാങ്ങാൻ അല്ല കേട്ടോ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? അല്ല, അത് കഴിഞ്ഞ് ഞങ്ങള് അരുവിക്കുത്ത് പോവാണേ. ഹലോ ഗൈസ്, അങ്ങനെ ഞാനും ചിന്നും കൂടിയിട്ട് പോവാണേ. എങ്ങോട്ടാ? തൊടുപുഴയിലെ അരുവിക്കുത്ത് കാണാൻ. ഞങ്ങളൊരു കുഞ്ഞു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അരുവിക്കുത്ത് ഇതാണ് കേട്ടോ അരുവിക്കുത്ത്. ഇങ്ങനെ ഒരു അരുവിൻ്റെ വെള്ളം ഇങ്ങനെ കുത്തി കുത്തി ഒഴുകുന്നതാണ് അരുവിക്കുത്ത്. ഇതാണ് അരുവിക്കുത്തിലേക്കുള്ള വഴി. ഞങ്ങൾ പോകുമ്പോൾ ഭയങ്കര വെയിലാണ്. ഞങ്ങൾ കുടയൊക്കെ ചൂടിയിട്ടാണ് പോയേ. ദേ ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകുന്നല്ലേ. നുന്നുൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് ഫിറ്റ് ചെക്ക്. ഏത് ഡ്രസ്സ് ഇട്ടാലും അവൾക്ക് ഫിറ്റ് ചെക്ക് മസ്റ്റാണ്. ഭയങ്കര ടാസ്ക് പിടിച്ച വഴിയാണത്. ഫുൾ എന്താ പറയുക, മുള്ളുള്ള മുളക് സൂക്ഷിച്ച് കണ്ടും വരെ നമ്മുടെ എന്താ പറയുക ടൂർ ഗൈഡ് പറയുന്നില്ല. നടന്ന് അരുവിക്കുത്തിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടാ. അവിടെയാണെങ്കിൽ അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെള്ളമൊക്കെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പോസിറ്റിവിറ്റിയാണ് അവിടേക്ക് നിൽക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് നീങ്ങി. എനിക്ക് റബ്ബർ തോട്ടത്തിലെ വഴി കാണുമ്പോൾ എനിക്ക് ഓടാൻ തോന്നുന്നു. സോ ഞാൻ ഓടിയിട്ട് വരാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്നത് സാമ്പാറല്ലേ. എന്നിട്ട് ഞങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അടുത്തത് പോകുന്നത് മലങ്കര ഡാം. ഈ മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് കുറച്ചുള്ളോട്ട് പോയിട്ടാണ്. ഞങ്ങൾ ആദ്യം പോയത് താഴത്തേക്കാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ നടന്നു. പിന്നെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി പെനി ക്യാൻഡിയിലേക്ക്. നമുക്ക് പണ്ടേ ഐസ്ക്രീം മസ്റ്റ് ആയതുകൊണ്ട് അതിൽ നോ കോംപ്രമൈസ്. പിന്നിൽ നിന്ന് ഐസ്ക്രീം ഫ്ലേവർ അവക്കാഡോ ഡിലൈറ്റ് മാൾട്ടഡ് ബ്രൗണി. അപ്പോൾ ഗൈസ്